ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി സെക്ഷനിൽ വരുന്ന 4ാമത്തെ ചാപ്റ്ററാണ് ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും എന്നുള്ളത്. നമുക്ക് സുപ്രധാന നിയമങ്ങൾ LDCയുടെ സിലബസ് അനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് സുപ്രധാന നിയമങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത്. ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണിത്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് നമ്മുടെ കമ്പോളം അഥവാ വിപണി എന്നുള്ളത്, എന്താണ് ഉപഭോഗം എന്നും ആരാണ് ഉപഭോക്താവ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഡെയിലി ഒത്തിരി സാധനങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പൊ എന്താ, നമ്മൾ ഈ സാധനങ്ങളെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നല്ലേ മേടിക്കുന്നത്. അപ്പൊ അതിനെയാണ് വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെയാണ് നമുക്ക് വിപണി അഥവാ കമ്പോളം, അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്, വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ പറയുന്ന പേരാണ് എന്ത്, കമ്പോളം എന്നുള്ളത്. ഇനി പറയാണ് എന്താണ് ഉപഭോഗം, എന്താണ് കൺസെപ്ഷൻ എന്ന് പറയുകയാണ്. എന്താണ്, മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ പറയുന്നതാണ് എന്ത്, ഉപഭോഗം എന്ന് പറയുന്നത്. ഓക്കെ, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് എന്ത്, കൺസ്യൂമർ അല്ലെ, ഉപഭോക്താവ്. അപ്പൊ എന്താണ് ഉപഭോഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും അല്ലെ, ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമ്മളെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് കൺസപ്ഷൻ അഥവാ ഉപഭോഗം എന്ന് പറയുന്നത്. വാങ്ങി ഉപയോഗിക്കുന്നവൻ ആരോ അവനെയാണ് എന്ത് പറയുന്നത്, ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, വിപണി അഥവാ കമ്പോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നതാണ് നെക്സ്റ്റ് ആണ് ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്നത്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്, സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന സംതൃപ്തിയെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല അല്ലെ. ഇനി അവർ പറയുകയാണോ, ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ഇത് ഗണിതപരമായി അളക്കുക പ്രയാസമാണ്. എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ അറിയണമെങ്കിൽ അത് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അഥവാ ഉപഭോക്തൃ സംതൃപ്തിയെ പറ്റി എന്താണ്, ആദ്യമായിട്ട് അതിനുള്ള ശ്രമം നടത്തിയ ശാസ്ത്രജ്ഞനാണ്. അതിനെ ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും നമ്മൾ കണക്കുകൾ വെച്ചിട്ടല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സാധനം ഉപയോഗിച്ച് അതിന് എത്രമാത്രം സംതൃപ്തി കിട്ടി എന്നുള്ളത് നമുക്കൊരു കണക്കിലൂടെ പറയാനായിട്ട് അത് ആദ്യമായിട്ട് അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് ആര്, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് പറയുന്നത് എന്താണ്, ഇങ്ങനെ ആ ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തത, യൂട്ടിലിറ്റി ആയിട്ട് കണക്കാക്കാം. അതിനെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. ഉപഭോക്തൃ സംതൃപ്തി വഴി നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കുറെ ടേംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഉപയുക്തത. അപ്പൊ എന്താണ് ഉപയുക്തത എന്ന് നോക്കാം. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി, നമുക്ക് എന്തുമാത്രം സംതൃപ്തി, ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് മേടിച്ച് കഴിച്ചു, നമുക്ക് അതിൽ നിന്ന് എന്തുമാത്രം സംതൃപ്തി കിട്ടി, അതിനെയാണ് എന്ത് പറയുന്നത്, ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഉപയുക്തതയെ നമുക്ക് എന്താണ്, യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാം. അപ്പൊ ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി അളക്കുന്ന യൂണിറ്റ് ആണ് യൂട്ടിൽസ് പഠിച്ചു വെക്കുക. വരുന്ന പരീക്ഷകളിൽ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് യൂട്ടിൽസ്. ഉപയുക്തതയുടെ യൂണിറ്റ് എന്ത്? നമ്മൾ സാധാരണ കുറെ യൂണിറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ എന്താണ്, ടെമ്പറേച്ചറിന്, അതേപോലെ തന്നെ കെൽവിൻ, അതേപോലെ എന്താണ് ഭാരം, മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, അങ്ങനെ ഒത്തിരി യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ അക്കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് ആണ് യൂട്ടിൽസ്.
ഉണ്ടോ യൂട്ടിൽസ്. അപ്പോൾ ഉപയുക്തതയുടെ യൂണിറ്റ് എന്നേ ചോദിക്കുള്ളൂ. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെയും കണക്ട് ചെയ്യാനായിട്ട് പറ്റും യൂട്ടിൽസ് ആണെന്നുള്ളത്. പക്ഷേ ഉപയുക്തത എന്നെടുത്ത് ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം അത് യൂട്ടിൽസ് ആണ്. അതായത് ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപയുക്തത. അതിൻ്റെ യൂണിറ്റ് ആണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്നതാണ് കാർഡിനൽ ഉപയുക്തവാദത്തിന്റെ ആ ഒരു വാദത്തിൽ പറയുന്നത്. അതായത് നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര സംതൃപ്തി കിട്ടുമെന്നുള്ളത് ഒരു മാക്സ്, അതായത് 10 സംതൃപ്തി കിട്ടി അല്ലെങ്കിൽ 20 കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് എന്താ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വഴി പറയുന്നത്. എന്താണ് കാർഡിനൽ ഉപയുക്തതാവാദം പറയുന്നതാണ്. ഒരു എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് നമുക്ക് അതിന് എന്താണ് ഈ പറയുന്ന നമ്മുടെ സംതൃപ്തിയെ നമുക്ക് മെഷർ ചെയ്ത് അളന്ന് എടുക്കാനായിട്ട് പറ്റുമെന്ന്. ഉപയുക്തതയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും സ്വാധീനിക്കാം. നിശ്ചിത സമയത്ത് ഒരു വസ്തു തുടർച്ചയായി ഉപഭോഗം നടത്തുമ്പോൾ ഉപയുക്തതയിൽ വരുന്ന മാറ്റം അറിയണമെങ്കിൽ ഉപയുക്തതയുടെ അളവിനെ പറ്റി അറിയേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ പറയാണ്, നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ഓറഞ്ച് തന്നു. ആ ഓറഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ആയിരിക്കില്ല രണ്ടാമത്തെ ഒരു ഓറഞ്ച് തരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അത്രയും നമ്മൾ ഓൾറെഡി നമ്മൾ സംതൃപ്തരാണ്. പിന്നെയും എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് മൊത്തം ഉപയുക്തത, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തയുടെ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത. അതായത് എനിക്ക് ആദ്യമേ ഒരു ചോക്ലേറ്റ് തന്നു, അപ്പൊ എനിക്ക് കിട്ടിയ ഉപയുക്തത എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത് തന്നു 8 ആണ് അല്ലെ, രണ്ടാമത്തെ ചോക്ലേറ്റ് കഴിച്ചപ്പോൾ എനിക്ക് 8 ആണ്, 8 സംതൃപ്തിയെ കിട്ടിയുള്ളൂ. മൂന്നാമത് തന്നു, എനിക്ക് പിന്നെയും കുറഞ്ഞു, 5 ആയി. ഇതിനെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നതാണ് സീമാന്ത ഉപയുക്തത അഥവാ മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? പേരുകളെല്ലാം പഠിക്കണേ, നമ്മൾ അധികം കാണാത്ത കുറെ പോയിന്റ്സുകളാണ്. സീമാന്ത ഉപയുക്തത അഥവാ മാർജിനൽ യൂട്ടിലിറ്റി. ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഇവിടെ വ്യക്തമായിട്ട് അവരൊരു ബോക്സിലൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഇതാണ് പറയുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഓറഞ്ച് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ആ കുട്ടിക്ക് ഒരു ഓറഞ്ച് കൊടുത്തപ്പോൾ ആ കൊച്ചിന് എന്താണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്, അതിന്റെ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ സീമാന്ത ഉപയുക്തതയും അപ്പൊ എന്താണ്, ആദ്യത്തെ ഓറഞ്ച് അല്ലേ, അപ്പൊ അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റിയും 20 തന്നെയാണ്. രണ്ടാമത്തെ ഓറഞ്ച് കൊടുത്തപ്പോഴേക്കും ആ കുട്ടിക്ക് എന്താണ്, ഇവിടെ ആ കുട്ടിക്ക് 20 കിട്ടി. രണ്ടാമത്തെ കൊടുത്തപ്പോഴേക്കും ആ കുട്ടിക്ക് ഒരു 18 ഒരു സംതൃപ്തി കിട്ടിയുള്ളൂ. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറി, 38ആയി മാറി. പക്ഷെ സീമാന്ത ഉപയുക്തത എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയായിട്ട് മാറി, 18ആയിട്ട് മാറി. വീണ്ടും എന്താണ്, അടുത്തത് കഴിച്ചു, അപ്പൊ വീണ്ടും അവിടെ എന്താണ് 15 കിട്ടിയുള്ളൂ. അത് കഴിച്ചപ്പോഴേക്കും അതിന്റെ സംതൃപ്തി എന്ന് പറയുന്ന ഒരു 15 യൂട്ടിൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മൊത്തം എന്ന് പറയുന്ന 53ആയി. സീമാന്തം എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായി, 15ആയിട്ട് മാറി. അങ്ങനെ കുട്ടിക്ക് ഓറഞ്ചിന്റെ എണ്ണം കൊടുക്കുന്നതനുസരിച്ച് കുട്ടിക്ക് എന്താണ്, ഇപ്പൊ വയറ് നിറഞ്ഞു, ഇനി ആ കുട്ടിക്ക് അത് വേണ്ട അല്ലെ, എനിക്ക് സംതൃപ്തി, ഞാൻ ഓൾറെഡി ടോട്ടലി ഞാൻ എന്താണ് സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ പിന്നെയും കൊടുത്തോണ്ടിരിക്കുവാണെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് അത് വേണ്ടാണ്ട് കഴിക്കണം. അപ്പൊ ഒട്ടും സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ അതെന്താവും, അത് നെഗറ്റീവിലോട്ട് പോകും. അപ്പൊ എന്ത് സംഭവിക്കും, ടോട്ടൽ ഉപയുക്തത, മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എത്ര എണ്ണം കഴിക്കുന്നു അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംതൃപ്തികളുടെ, യൂട്ടിൽസുകളുടെ തുകയാണ്. സീമാന്തം എന്ന് പറയുമ്പോൾ എന്താണ്, അത് എത്രത്തോളം കുറഞ്ഞാണ് വരുന്നത് എന്നുള്ളതാണ് സീമാന്തം എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ഇത് രണ്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ടെക്സ്റ്റിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി നോക്കിക്കേ, മുകളിൽ കൊടുത്തിട്ടുള്ള പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് മൊത്തം ഉപയുക്ത വക്രം, ടോട്ടൽ യൂട്ടിലിറ്റി കർവും സീമാന്ത ഉപയുക്ത കർവും വരയ്ക്കുകയാണ് അവര്. നോക്കിക്കേ, ഇതാണ് മൊത്തം ഉപയുക്തത. അത് ആദ്യം ഇങ്ങനെ കൂടി വന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, അത് കുറയാൻ തുടങ്ങി. ഇനി
സീമാന്ത ഉപയുക്ത എന്ന് പറഞ്ഞാൽ കുറഞ്ഞാണ് സീമാന്തം വരുന്നത് അല്ലെ. കുട്ടിയുടെ ആ ഒരു വേണ്ടാണ്ട് കഴിക്കുവാണ് പിന്നീട്. അപ്പൊ അതെന്താ കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു കർവാണ് തന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് പറയുന്നത് കാർഡിനൽ ഉപയുക്തവാദത്തിന്റെ അനുമാനങ്ങളും പരിമിതികളും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി കാർഡിനൽ ഉപയുക്തവാദം അതിന്റെ എന്തൊക്കെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന അസംഷൻസും എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്നുമാണ് പറയുന്നത്. ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം. ഉപഭോക്താവിന്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അതിനെ, അതായത് പറയുന്ന അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്? ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം, ഉപഭോക്താവിന്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്താണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മറ്റു വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഒരേ സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ എന്താണ് യൂട്ടിൽസ് ഇല്ലേ, നമുക്ക് കിട്ടുന്ന ആ യൂട്ടിൽസ്, അതായത് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അല്ലെ. ഒരേ ടൈപ്പ് ചോക്ലേറ്റ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു ഫീലും ഉണ്ടാവില്ല. രണ്ടാമത് കഴിക്കുമ്പോൾ, മൂന്നാമത് കഴിക്കുമ്പോൾ വീണ്ടും കുറഞ്ഞു വരും. അതിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെയാണ് അപചയ സീമാന്ത ഉപയുക്തത നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഉപഭോഗം തുടർച്ചയായുള്ളതായിരിക്കണം. മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലുമുള്ളതായിരിക്കണം എന്നിവ അപജയ സീമാന്തത ഉപയുക്ത നിയമത്തിന്റെ ചില പരിമിതികളാണ്. ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ പല ടൈപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ യൂട്ടിൽസ് എന്താണ്, ഏറിയും കുറഞ്ഞിരിക്കും. ഇപ്പൊ ആദ്യം കൊടുക്കുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് കൊടുത്തു, ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. അടുത്തൊരു വൈറ്റ് ചോക്ലേറ്റ് കൊടുത്തു, ചിലപ്പോൾ എന്താ ഭയങ്കരമായിട്ട് അതിന്റെ യൂട്ടിൽസ് അവിടെ കുറഞ്ഞിരിക്കും. അടുത്തത് കൊടുക്കുന്ന വേറൊരു ടൈപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ആ ഒരു സംതൃപ്തിയോടെ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് എന്ത് സാധനമാണെങ്കിലും അതിന്റെ എന്താണ് ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം. നമ്മുടെ ആ ഒരു അയാളുടെ അഭിരുചിയൊക്കെ ആയിരിക്കണം. ഒരേ യൂണിറ്റ് അല്ല, നിശ്ചിത അളവിൽ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മളൊരു 1 കിലോ കൊടുത്തു, പിന്നെ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഭയങ്കര കുറച്ചാണ്, പിന്നെ കൊടുക്കുന്ന അതിലും കൂടുതലാണ്, അങ്ങനെയൊന്നും പാടില്ല. കറക്റ്റ് യൂണിറ്റിൽ തന്നെ ഒരേ സാധനം തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഈ ഒരു തിയറി ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഉപയുക്തത എന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് കാർഡിനൽ ഉപയുക്തതാവാദത്തിന് പകരമായി പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്ന വസ്തുത സാധാരണഗതിയിൽ ഉപഭോഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന സാധനം തന്നെയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എന്താണ് ആ ഒരു ഉപയുക്തത, നമ്മുടെ ആ ഒരു യൂട്ടിലിറ്റി എന്താണ് കുറഞ്ഞു വരും. അതിനെ സ്വാധീനിക്കുന്ന നന്നായിട്ട്. ഉപയുക്തത എന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. സ്ഥലം, കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം അല്ലെ. ഉദാഹരണത്തിന് ചൂടുള്ള കാലാവസ്ഥയിൽ അധിവസിക്കുന്ന ഒരാൾക്ക് ഫാൻ നൽകുന്ന ഉപയുക്തത, ആ ഒരു ഫാൻ നമുക്ക് നൽകുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത്, നല്ല തണുപ്പുള്ള സമയത്ത് എന്ത് സംഭവിക്കും, നമുക്ക് ആ ഫാൻ ചിലപ്പോൾ നല്ല ചൂടാണെങ്കിൽ നമ്മൾ ഫാൻ ഫുൾ സ്പീഡിട്ട് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷെ തണുപ്പ് വരുമ്പോഴെന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഫാനിന്റെ സ്പീഡ് കുറക്കാൻ നോക്കും. കാര്യം അപ്പൊ എന്താണ് കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് നമ്മുടെ ആ ഒരു സംതൃപ്തിക്ക് എന്താണ് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതിനെയാണ് ഉപയുക്തത, സംതൃപ്തിയാണ് അല്ലെ. ഇനി എന്താണ് പറയുന്നത്, ഏതൊരു ഉപഭോക്താവും ഏറ്റവും കൂടുതൽ ഉപയുക്തത പ്രദാനം ചെയ്യുന്ന സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് താല്പര്യം അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ ഉപയുക്തത, സംതൃപ്തിയാണ്. ഇപ്പൊ ഞാനൊരു കടയിൽ പോയിട്ടൊരു മിഠായി മേടിച്ചാൽ പോലും എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും, നമ്മുടെ സംതൃപ്തിയാണ് അല്ലെ നോക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ആയിരിക്കും നമ്മൾ എപ്പോഴും മേടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ വസ്തുക്കളുടെ വില, ഉപഭോക്താവിന്റെ വരുമാനം എന്നിവ പലപ്പോഴും സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്.
ഓക്കെ, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വില കൂടിയൊരു ചോക്ലേറ്റാണ്. പക്ഷെ എൻ്റെ അത്രയും കാശില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് സംതൃപ്തി കിട്ടുന്നത് ആ ചോക്ലേറ്റ് കഴിക്കുമ്പോഴായിരിക്കും. പക്ഷെ എൻ്റെ അത്രയും കാശില്ല. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? അതിലും കുറഞ്ഞ ഏതെങ്കിലും മേടിക്കാനായിട്ട് ശ്രമിക്കും. ഗുണമേന്മയുള്ള സാധന സേവനങ്ങൾ മിതമായ നിരക്കിലും കൃത്യമായ അളവിലും ലഭ്യമാകണമെന്നാണ് ഏതൊരു ഉപഭോക്താവും ആഗ്രഹിക്കുന്നത്. അത് ഉപഭോക്താവിന്റെ അവകാശമാണ്. കണ്ടോ, ഇനിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ആ മെയിൻ കണ്ടന്റിലോട്ട് വരുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണവും. അതിനു മുമ്പ് ഇവിടെ പറയുന്നുണ്ട് ഉപയുക്തതയും ഉപയോഗ്യതയും, അതായത് യൂട്ടിലിറ്റിയും യൂസ്ഫുൾനെസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതായത് നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട്, എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വലിക്കുന്നതെന്ന് പറയുന്ന അയാൾക്ക് നൽകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലെ. അയാൾക്ക് ലഭിക്കുന്ന ഉപയുക്തത, യൂട്ടിലിറ്റി എന്താണ് അവിടെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതെന്താണ്? യൂസ്ഫുൾ ആകണമെന്നില്ല അല്ലെ. നമ്മുടെ ശരീരത്തിന് അത് കേടാണ്. അത് തന്നെയാണ് പറയുന്നത്. ഉപയുക്തതയും യൂട്ടിലിറ്റിയും യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം, ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണങ്ങളും. ഉപഭോക്താവിന്റെ അവകാശങ്ങളും അവ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നതും വിശദമാക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വിവിധ തരത്തിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല. സൗജന്യ സാധനങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയിൽ ധാരാളമായിട്ടുള്ളതും എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ സൗജന്യ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് എന്താണ്? വില നൽകേണ്ട ആവശ്യമില്ല. അടുത്ത പറയാണ് എക്കണോമിക് സാധനങ്ങൾ. എന്താണ്? വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന എക്കണോമിക് സാധനങ്ങൾ പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നു, പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നു ആകാം. ഉപഭോഗ സാധനങ്ങൾ ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഉപഭോഗ വസ്തുക്കൾ. വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തവയാണ്. നെക്സ്റ്റ് ആണ് മൂലധന സാധനങ്ങൾ. മറ്റുൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണ് മൂലധന സാധനങ്ങൾ. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായി ഉപയോഗിക്കാറുണ്ട്. അവ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവ മൂലധന സാധനങ്ങളാവില്ല. ഇപ്പൊ നമ്മൾ എന്താണ്? നൂലെന്ന് പറയുന്ന സാധനം എന്താ? നമ്മൾ പല വസ്തുക്കളും ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതൊരു നമ്മുടെ എന്താണ്? റോ മെറ്റീരിയൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ നൂലല്ലാണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന കേസിൽ എന്താണെന്ന് പറയുന്നത്? അതൊരു മൂലധന സാധനമാവില്ല എന്നുള്ളത്. ഈട് നിൽക്കുന്ന സാധനങ്ങൾ അഥവാ ഡ്യൂറബിൾ ഗുഡ്സ്, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഈട് നിൽക്കുന്നവ. ഇവ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കണം. ഈട് നിൽക്കാത്ത സാധനങ്ങൾ എന്താണ്? കുറച്ച് കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ വില, ഗുണനിലവാരം, വാറന്റി, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഉപഭോക്താക്കൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. ഇത് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിൽ കലാശിക്കാം. ഇത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ സാധന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ബില്ല് ലഭിക്കേണ്ടത് ഉപഭോക്താവിന്റെ അവകാശമാണ്. ബില്ലിൽ എന്താണ് നോക്കേണ്ടത്? GST നമ്പർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടേക്കാം. ബില്ല് വാങ്ങുന്നതിലൂടെ ഉപഭോക്താവിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനോടൊപ്പം ഒരു സാമൂഹിക പ്രതിബദ്ധത ഉറപ്പാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ GSTയെ പറ്റി ജസ്റ്റ് പറയുന്നുണ്ട്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? പലപ്പോഴും PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. GSTയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സെയിൽസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞു തരും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ചരക്ക് സേവന നികുതിയാണ്. ഭരണഘടനയുടെ 101 ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. ഈ 101 ഭരണഘടനാ ഭേദഗതി, GST നിലവിൽ വന്ന ഭേദഗതി ഏതെന്ന് ചോദിക്കാറുണ്ട്. 101 അത് നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1 ഇന്ത്യയിൽ GSTകൾ നിലവിൽ വന്നു. പലതരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ ഒരു സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് അല്ലെ നമ്മുടെ GSTയിലൂടെ ലക്ഷ്യം. GSTയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ പല നിരക്കുകളുണ്ട്. GSTയിൽ നിന്ന് ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അതേപോലെ GSTന്റെ ഘടന താഴെ പറയുന്ന പ്രകാരമാണ്.
നാം നൽകുന്ന GST-യുടെ എന്താണ് 50% സംസ്ഥാന സർക്കാരിലേക്കും സ്റ്റേറ്റ് GST-യും 50% കേന്ദ്ര സർക്കാരിനും സെൻട്രൽ GST ആയിട്ട് ലഭിക്കുന്നു. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. അപ്പൊ നമ്മൾ GST-യുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2017 ജൂലൈ 1-ന് വന്നു. 5%, 12%, 18, 28 അങ്ങനെ 4 സ്ലാബുകളാണുള്ളത്. നമ്മൾ കൊടുക്കുന്ന GST 2ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ 50% സ്റ്റേറ്റിനും പോകും, 50% സെൻട്രലിനും പോകുന്നുണ്ട്. അതേപോലെ തന്നെ 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാണെങ്കിൽ എന്ത് ചെയ്യണം? GST-യിൽ എന്ത് ചെയ്യണം? നിർബന്ധമായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ നാം ധാരാളമായിട്ട് കാണുന്നുണ്ട് അല്ലെ? സൈബർ തട്ടിപ്പ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് കൺസ്യൂമർ കേസുകൾ പറയുന്നുണ്ട്, ഹോട്ടൽ ഉടമ കണ്ട കുറെ കേസുകൾ അവർ പറയുകയാണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുക, ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുക എന്നീ സാഹചര്യങ്ങളാണ് ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെറിയ തോതിലാണെങ്കിലും വളരെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അവ പരിഹരിക്കുന്നതിനായി പല നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. 1966 ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടുകൂടി. അപ്പൊ എന്നാണ് ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് വന്നത്? എന്നാണ് 1966-ലാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത്. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പൊ പഠിക്കേണ്ടത് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് 1966. എവിടെയാണ്? ബോംബെയിലാണ്. അത് എന്തായിട്ടാണ് വന്നത്? കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക, പിന്നെ എന്താണ് പറയുന്നത്? ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം പരസ്യങ്ങളിലൂടെയൊക്കെ ഇപ്പൊ പല കേസുകളും വരുന്നുണ്ട്. ചില സിനിമാ നടന്മാരൊക്കെ ഓരോ പരസ്യങ്ങളിൽ വന്നിട്ട് അങ്ങനെ ഇത് കഴിച്ചാൽ അങ്ങനെ വരും, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കിളിർക്കും എന്നൊക്കെ പറയും. അതേപോലെ എന്ത് ചെയ്യും? ആൾക്കാരത് ഉപയോഗിച്ച് പറ്റാണ്ടാവുമ്പോൾ കേസ് കൊടുത്ത പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായ ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനായി നിയമസഹായം ആവശ്യമാണ്. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു. എന്നാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു പ്രമേയം അംഗീകരിക്കുന്നത്? 1985. 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. എന്നാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്? 1986 ഡിസംബർ 24. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ചോദിക്കാറുണ്ട് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. എന്താണ് ഇതിന് റീസൺ? 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ നിയമമാണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പറയുന്ന കൺസ്യൂമർ കോർട്ടുകളൊക്കെ സ്ഥാപിക്കുന്നത് ഈ 1986 നിയമം അനുസരിച്ചാണ്.
ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, നമ്മുടെ കമ്പോളം, നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും എന്താണ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. എന്ത് സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ മേടിക്കും. അപ്പൊ നമുക്ക് എന്താണ്, പണ്ടത്തെ നിയമം എന്ന് പറയുന്ന ആ ഒരു കേസൊന്നും ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു നിയമത്തിലൊന്നും. അപ്പൊ എന്താണ്, പുതിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുമ്പോഴേക്കും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ നിയമങ്ങൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് 2019 പുതിയ നിയമത്തിന് ഭേദഗതി വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം 2020 ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു 1986 ഡിസംബർ 24, പുതിയ നിയമം വന്നത് 2020 ജൂലൈ 20 ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകളെന്ന് നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ വന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കി. മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങൾ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട്. ഉദാഹരണമായി ഭക്ഷ്യോൽപാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വന്നതാണ് ഭക്ഷ്യ സുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006. അപ്പൊ ഈ നിയമം മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അതായത് 2019 നിയമം അനുസരിച്ച് ഉണ്ടായിരുന്ന സവിശേഷതകളെന്നും പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒക്കെ വരുന്നത് ഈ 2019 ഭേദഗതി നിയമം അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ്. നമ്മളെല്ലാവരും എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും കുറെ അവകാശങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. നോക്കിക്കേ, ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം. അല്ലെ, നമ്മുടെ ജീവന അപകടം പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അതിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശമുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലയിൽ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നമ്മളാണ് കാശ് കൊടുക്കുന്നത്, നമുക്ക് തിരഞ്ഞെടുക്കാം എന്ത് വേണമെന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അല്ലാണ്ട് ആരും നമ്മളെ ഇന്ന സ്ഥലത്ത് നിന്നേ മേടിക്കാവുന്ന കമ്പനിയുള്ള റൈറ്റ്സ് ഒന്നുമില്ല. എവിടെയാണോ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്, നമുക്ക് എവിടെയും തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അറിയാനുള്ള അവകാശം, അന്യായമായ വ്യാപാര സമ്പ്രദായത്തിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണമേന്മ, അളവ്, പരിശുദ്ധി, വില നിലവാരം എന്നിവ അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു സാധനത്തിന്റെ അകത്ത് ചെറിയൊരു പാക്കറ്റിൽ കുറെ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിനെപ്പറ്റി യാതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയണം. അതായത് അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയണം, അതിന്റെ കറക്റ്റ് വില എന്താണെന്ന് അറിയണം, അതിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. നെക്സ്റ്റ് ആണ് പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ഉപഭോക്തൃ ചൂഷണങ്ങൾക്കുമെതിരെ പരിഹാരം നേടാനായിട്ട് പറ്റും നമുക്ക്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിവരമുള്ള ഒരു ഉപഭോക്താവാകാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം. ഇതെല്ലാമാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പെടുന്നത് ഏത്, പെടാത്ത ഏതെന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായുള്ള ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു. ഉപഭോക്തൃ കോടതികളെ 3 തലങ്ങളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമുക്ക് PSC ബേസ്ഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊന്ന് മാറ്റി പഠിക്കണം. അതായത് ഫസ്റ്റ് പറയുന്നത്
ഇതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഈ ഇതിന്റെ 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് മാറ്റമുണ്ട്. നിലവിലത് 50 ലക്ഷമാണ്. 50 ലക്ഷത്തിന് താഴെയുള്ള കേസുകൾക്കാണ് ഇവിടെ കൊടുക്കുന്നത്, ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിന് നമ്മൾ അപ്പീൽ കൊടുക്കാൻ പറ്റും. അതിന് അപ്പീൽ കൊടുക്കുന്ന ആർക്കായിരിക്കും? നമ്മുടെ സംസ്ഥാന കമ്മീഷനായിരിക്കും നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഉപഭോക്തൃ കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്തു, നമുക്ക് അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ വിധി വന്നത് നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് അതിന് അപ്പീൽ കൊടുക്കാൻ പറ്റും. അത് ആർക്കായിരിക്കും കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് കോടതിയിലേക്കായിരിക്കും, സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലോട്ടായിരിക്കും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് സംസ്ഥാന ഉപഭോക്തൃ. ഇതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 28 ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത്. സംസ്ഥാനമാണെങ്കിൽ അത് 42, അതേപോലെ കേന്ദ്രമാണെങ്കിൽ അത് 53. ഈ സെക്ഷനും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത് 1 കോടി മുതൽ 10 കോടി വരെയാണ് ഇവർ പറയുന്നത്. പക്ഷെ എത്രയാണ്? അത് 50 ലക്ഷത്തിനും അതേപോലെ 2 കോടിക്കും ഇടയിലാണ്. ഇപ്പൊ നിലവില് 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലുള്ള കേസുകളാണ് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിലേക്ക് പോകുന്നത്. അവിടത്തെയും നമ്മൾ എന്താണ്, നമുക്ക് ആ കേസിന്റെ വിധി നമുക്ക് ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് ആർക്ക് കൊടുക്കാം അപ്പീല്? ദേശീയ കമ്മീഷനിലോട്ട് നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 10 കോടിക്ക് മുകളിലാണ്. പക്ഷെ ഇവിടെ 10 അല്ല, ഇപ്പൊ ഇവിടെ നിലവിൽ എത്രയാണ്? 2 കോടിക്ക് മുകളിലുള്ള കേസുകളാണ് നമ്മൾ ദേശീയ കൊടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അപ്പീൽ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? സുപ്രീം കോടതിയിലോട്ടായിരിക്കും നമ്മൾ അപ്പീൽ പോകുന്നത്. അപ്പൊ ഇത് പഴയ കണക്കാണ് ഈ പറയുന്നത്. 1 കോടി വരെ 1/10, 10 കോടിക്ക് മുകളിൽ. അപ്പം നിലവിൽ എത്രയാണ്? 50 ലക്ഷത്തിന് താഴെ ജില്ലാ കോടതിയിലും 50 മുതൽ 2 കോടി വരെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും 2 കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ കമ്മീഷനിലുമാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാം. 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസ്ട്രൽ കമ്മീഷൻ NCDRC എന്ന അപ്പെക്സ് ബോഡിയുമുണ്ട്. ഓക്കെ, അതിന്റെ അപ്പെക്സ് ബോഡി ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? NCDRC. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതിയും നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അപ്പൊ എന്താണ്? കോടതികൾക്ക് പുറമെ ഇങ്ങനെ കുറച്ച് ഉപദേശക സമിതികളും ഉണ്ടെന്ന്. അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപദേശം നൽകുക എന്നതാണ് ഈ സമിതികളുടെ ധർമ്മം എന്ന് പറയുന്നത്. വിവിധ തരം കബളിപ്പിക്കലുകളും അവ പരിഹരിക്കുന്നതിന് സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നമുക്ക് നടന്നു, അത് എവിടേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും? UGC, AICTC, സ്റ്റേറ്റ് ബോർഡ് എന്നിവ ബന്ധപ്പെടുക, ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കുക, പോലീസിൽ പരാതി നൽകുക, വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെടുക. അപ്പൊ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ നമുക്ക് ഇത്രയും സ്ഥലങ്ങൾക്കാണ് നമുക്ക് പരാതി സമർപ്പിക്കാനായിട്ട് പറ്റുന്നത്. ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കലുകളാണെങ്കിൽ എവിടേക്കാണ്? സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതി കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ആരോഗ്യ സേതു ആപ്പ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി നൽകാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുകയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്നതാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രേറ്റ്സ് വഴി നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ എംബസി അഥവാ ഹൈക്കമ്മീഷനിൽ നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റും.
നെക്സ്റ്റ് ആണ് പറയുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ ക്രൈം സെല്ലിൽ നമുക്ക് പരാതിപ്പെടാം. സേർട്ടിൻ വഴി, എന്താണ്, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് സേർട്ട് എന്ന പോർട്ടലിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴിയോ information@cert.in.org.in എന്ന അഡ്രസ്സിലോ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലുകളാണ്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കൽ നമുക്ക് എവിടേക്കാണ് പരാതി നൽകാനായിട്ട് പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇതൊക്കെ കയറി ചോദിക്കാം. ബാങ്ക് ഗ്രീവൻസ് റെസ്ട്രൽ മെക്കാനിസത്തെ സമീപിക്കുക. പിന്നെ എന്താണ്, 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ടോൾ ഫ്രീ നമ്പറായ 14448 14448 ആ ഒരു നമ്പറും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ദിശ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കയറി ചോദിച്ചതാണ്. അവിടെ നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റുമെന്ന്. അപ്പൊ ഇത്രയും തരത്തിലുള്ള പരാതികളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ആരോഗ്യരംഗം, പിന്നെ പറയുന്നത് വിദേശത്തെ ജോലി വാഗ്ദാനം, ഓൺലൈൻ തട്ടിപ്പുകൾ, ബാങ്കിങ് രംഗത്തെ കബളിപ്പിക്കലുകൾ. ഇങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എവിടേക്ക് നമുക്ക് പരാതി നൽകാം എന്നുള്ളതാണ് ഇവര് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പരാതികൾ എങ്ങനെ സമർപ്പിക്കാമെന്ന്. ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ നമുക്ക് പരാതി നൽകാൻ പറ്റും. പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം തെളിവായി ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ്. ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങേണ്ടതിന്റെ പ്രസക്തി. അതായത് നമ്മളൊരു സംഭവത്തിന് നമുക്ക് പരാതി വന്നു, പക്ഷെ നമ്മുടെ ബില്ലും ഇല്ല, ഒരു കുന്തോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ പരാതി കൊടുക്കാം. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ബില്ല് കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് മേടിക്കുമ്പോഴും ബില്ല് വേണമെന്ന് പറയുന്നത്. ചില ഗുണമേന്മ ചിഹ്നങ്ങൾ. ISI എന്താണ്? ISI മാർക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. എന്തിനൊക്കെയാണ് ISI മുദ്ര നൽകുന്നത്? വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ISI മാർക്ക് കാണുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് അക്മാർക്ക്. അക്മാർക്ക് എന്താണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ സൂചിപ്പിക്കുന്നതിനാണ് ഈ ചിഹ്നം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അക്മാർക്ക്, പക്മാർക്ക് എന്നൊക്കെ പറഞ്ഞു തരും. അക്മാർക്ക് ഉണ്ട്, പക്മാർക്ക് ഉണ്ട്, റക്മാർക്ക് ഉണ്ട്. എന്താണ് പക്മാർക്ക്? മറ്റേ കടുവകളുടെ കാല്. റക്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാലവേല നിരോധിച്ചിട്ടുള്ള, അതായത് കുട്ടികളെ ആ ഒരു ജോലിയിൽ കുട്ടികൾ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നറിയിക്കുന്നതിനാണ് റക്മാർക്ക് പറയുന്നത്. നെക്സ്റ്റ് FSSAI എന്താണ്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് FSSAI എന്ന് പറയുന്നത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഉപഭോക്താക്കളുടെ തങ്ങളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, വിപണിയിലെ വ്യത്യാസങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മുന്നോടിയാണ് എന്ത്, നമുക്ക് ഇങ്ങനെ സ്കൂളുകളിൽ തന്നെ ഇങ്ങനെ ഒരു ചാപ്റ്റർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉപഭോക്താക്കൾ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിലെ സുരക്ഷ ഉറപ്പാക്കുക, വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ഇത്രയുമാണ് ലക്ഷ്യങ്ങളായിട്ട്, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയും നിയമസുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് തട്ടിപ്പുകളിൽ നിന്നും തെറ്റായ ഇടപാടുകളിൽ നിന്നും സംരക്ഷിതരാകാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നുണ്ട്. ബോധവൽക്കരണത്തിലൂടെ മികച്ച ഉപഭോക്തൃ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാം. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നത് ഒരു പ്രത്യേക വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതിനായി അത് പ്രായോഗികമാക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, ഉണരൂ ഉപഭോക്താവെ ഉണരൂ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ ഇത്. നെക്സ്റ്റ് ഇവിടെ പറയാനുള്ളത്, ഇനി
ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങൾ അറിയുന്നതോടൊപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പരാതിപ്പെട്ട് പരിഹാരം കാണാനും പ്രാപ്തരാകേണ്ടതുണ്ട്. ആവശ്യമുള്ള സാധന സേവനങ്ങൾ മാത്രം ഉപഭോഗം നടത്തുന്ന മനോഭാവം നാം വളർത്തേണ്ടതുണ്ട്. ഇത് സാധന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ജനസമൂഹത്തിന് അവ ലഭിക്കാനുള്ള അവസരമാണ്. ഇതുവഴി സുസ്ഥിര ഉപഭോഗവും വികസനവും കൈവരിക്കാം. ഉൽപാദകരും ഉപഭോക്താക്കളും ബന്ധപ്പെടുന്ന വ്യാപാര മേഖലയിൽ നൈതികത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണത്തിന് വലിയ പങ്കാണുള്ളത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ച പൗരബോധമുള്ള ഒരു സമൂഹത്തിന്റെ ഇടപെടൽ ഉപഭോക്തൃ സംരക്ഷണത്തിന് ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഉപഭോക്തൃ അവകാശ സംരക്ഷണങ്ങളെ പറ്റിയും പിന്നെ എന്താണ് ആദ്യം പറയുന്ന കുറച്ച് കണ്ടന്റുകൾ, നമ്മൾ അധികം കേൾക്കാത്ത കുറച്ച് കണ്ടന്റുകളും കൂടിയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്